ഹലോ ഹായ് നമസ്കാരം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഓൺലൈൻ മീഡിയ സുഹൃത്തുക്കളോട്, പ്രത്യേകിച്ച് തിയേറ്റർ റെസ്പോൺസ് വീഡിയോ എടുക്കാൻ വരുന്ന ആളുകളോട് ഒരു കുഞ്ഞു വാക്ക്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അപ്പോൾ എല്ലാവരോടും പറയാമെന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ഒറ്റ വീഡിയോയിൽ അങ്ങ് പറഞ്ഞേക്കാം. തിയേറ്റർ റെസ്പോൺസ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ അഥവാ എന്നെ ഏതെങ്കിലും തിയേറ്ററിൽ വെച്ച് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു റിവ്യൂവറെ കാണുകയാണെങ്കിലും ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു. ഒന്നാമത്തെ കാരണം, നമുക്കൊക്കെ പേഴ്സണൽ പ്ലാറ്റ്ഫോം ഉണ്ട് നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. സിനിമ എനിക്ക് എങ്ങനെയായിരുന്നു അനുഭവപ്പെട്ടതെന്ന് പറയാൻ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. രണ്ട്, എൻ്റെ ചാർജ് അങ്ങ് പോകും. അതായത് സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു, അത് കൊള്ളാം, ഇത് കൊള്ളാം, അങ്ങനെ അതെനിക്ക് അത്ര സംഭവമായിട്ട് തോന്നിയില്ല എന്നൊക്കെ അവിടെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്തതുപോലെ ഫീൽ ചെയ്യും. മൂന്ന്, നിങ്ങൾ ഒരു കാരണവശാലും എൻ്റെയോ എന്നെപ്പോലെ സിനിമ റിവ്യൂ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അഭിപ്രായം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളൊക്കെ സിനിമയെ കുറച്ചും കൂടി ക്രിട്ടിക്കലായി കാണുകയോ അല്ലെങ്കിൽ അങ്ങനെ കാണുന്നു എന്ന് ആളുകൾ വിചാരിക്കുകയോ ചെയ്യുന്ന ആളുകളാണ്. നമ്മളെ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ആളുകൾക്കല്ലാതെ നമ്മളെ പറഞ്ഞതിൻ്റെ സ്കെയിൽ എന്താണെന്ന് കറക്റ്റ് മനസ്സിലാവില്ല. അതുപോലെ സിനിമാക്കാരോട് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കിട്ടില്ല. തിയേറ്റർ റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരു സാധാരണ പ്രേക്ഷകൻ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ പറയുന്നതാണ്. ഇപ്പോൾ ഒരുപാട് തിയേറ്റർ റെസ്പോൺസ് തൊഴിലാളികൾ വരെ ഉണ്ട്. അതൊന്നും അല്ലാത്ത സാധാരണക്കാരൻ്റെ റിയാക്ഷൻസ് ഇല്ലേ. ഞാനും തിയേറ്റർ റെസ്പോൺസ് വീഡിയോസ് കാണാറുണ്ട് എൻ്റെ റിവ്യൂ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാൻ കൂടുതലും അധികം പോപ്പുലർ അല്ലാത്ത ആളുകളൊക്കെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പറയുന്നത് അതൊക്കെയാണ് ശ്രദ്ധിക്കാറുള്ളത്. ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ അടുത്ത് സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയില്ല. ഞാൻ സൈലൻ്റ് ആയിട്ട് വരും. ഇന്നൊരു പുള്ളി ചോദിക്കുന്നില്ല, ഒന്നും മിണ്ടാതെ പോവുകയാണോ എന്ന്. അതെ, ഒന്നും മിണ്ടാതെ പോവുകയല്ലാതെ എനിക്ക് വേറെ മാർഗ്ഗമില്ല. അപ്പോൾ നമുക്ക് ഫൂട്ടേജ് എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കാം. വിശാഖ് നായർ, ഗായത്രി അശോക്, പിന്നെ മഞ്ജു വാര്യർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചെത്തുന്ന സിനിമയാണത്. എഡിറ്റർ കൂടിയായ സൈജു ശ്രീധരനാണ് ഇതിൻ്റെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത്. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്. ഒരു എഡിറ്റർ സംവിധായകനായിട്ട് വരുമ്പോൾ സിനിമയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്, അതിൻ്റെ ഒരു സ്റ്റിച്ചിങ് മികവെന്നൊക്കെ നമുക്ക് പറയുന്ന രീതിയിൽ. സിനിമയുടെ കഥ വളരെ സിമ്പിളാണ്. രണ്ട് പ്രൊഫഷണൽ വ്ളോഗേഴ്സ് ആയിട്ടുള്ള യൂട്യൂബ് വ്ളോഗേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവരൊരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലുകയാണ്. പക്ഷേ അവിടെ കാത്തിരുന്ന ഒരു നിഗൂഢ രഹസ്യമായിരുന്നു എന്ന് പറയുന്ന പോലെ അതെന്താണ്, എങ്ങനെയാണ്, എങ്ങനെ പര്യവസാനിക്കുന്നു എന്നുള്ളതാണ് സിനിമ നമ്മളോട് പറയുന്നത്. ഇനി അത്തരം രഹസ്യാത്മക കഥകളൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഓഡിയോ ബുക്ക് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് സിനിമ റിവ്യൂയിലേക്ക് കടക്കാം. CI സ്വാമിനാഥൻസ് കേസ് ഡയറി കുക്കു FM അവൈലബിൾ ആണ്. നമ്മുടെ സിദ്ദിഖ് സാറ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു സീരീസാണ്. അതിൻ്റെ സെക്കൻഡ് സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ കേട്ട് ഇഷ്ടപ്പെടുന്ന, ഇനി അതല്ലെങ്കിൽ അംനീഷ്യ ബാധിച്ച റൂത്ത് എന്ന് പറയുന്ന യുവതി ദുരൂഹ മരണങ്ങളുടെ കെട്ടഴിക്കുന്ന ലാജോ ജോസിൻ്റെ റൂത്തിൻ്റെ ലോകം. ഇത് മാത്രമല്ല, വിവിധ വിഭാഗങ്ങളിലായിട്ട് അനവധി ഓഡിയോ കോണ്ടന്റ് അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യയിലെ ലീഡിംഗ് പ്ലാറ്റ്ഫോമാണ് കുക്കു FM. അവർ 7 ദിവസത്തേക്ക് അവരുടെ എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും നമുക്ക് ഫ്രീ ആയിട്ട് തരുവാണ്. എന്ന് വെച്ചാൽ ആപ്പിൻ്റെ ഫുൾ പ്രീമിയം പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും 7 ദിവസത്തേക്ക് സൗജന്യമായിട്ട്. ആ 7 ദിവസം കഴിയുമ്പോൾ എന്തായാലും സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ തോന്നും. അങ്ങനെ തോന്നുമ്പോൾ ഉണ്ണി50 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 50% ഡിസ്കൗണ്ടും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, അത് തന്നെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്യുക, കുക്കു FM ഡൗൺലോഡ് ചെയ്യുക. നന്നായി നേരം കളയൂ. മേക്ക് എവറി മിനിറ്റ് മാറ്റർ. ഇനി നമ്മൾ ഫൂട്ടേജ് എന്ന സിനിമയിലേക്ക് വരുമ്പോൾ ഈ സിനിമയുടെ പോസിറ്റീവ്സിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതാണ് ഒന്നാമത്തെ പോസിറ്റീവ്, ഈ സിനിമയുടെ സൗണ്ട് വർക്കാണ്. എന്ന് വെച്ചാൽ ആ സൗണ്ട് ഡിസൈനിങ്, അതിൻ്റെ മിക്സിങ്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പേരുകൾ പറയാം. സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിക്സൺ ജോർജാണ്. സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്നത് സിനോ ജോസഫാണ്. ഹാപ്പി ജോസ്, ജിബിൻ ജോർജ് തുടങ്ങിയവരൊക്കെ അറ്റ്മോസ് മിക്സ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഗംഭീര വർക്കായിരുന്നു. എന്ന് വെച്ചാൽ സൗണ്ട് എനിക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. നമ്മളൊരു യൂട്യൂബ് വീഡിയോ ക്രിയേറ്റേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ സൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ആൾക്കാർ വിഷ്വൽ ഗംഭീരാക്കാൻ വേണ്ടി ഒത്തിരി പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വലിയ ക്യാമറ വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കും. പക്ഷേ സൗണ്ട് മോശമാണെങ്കിൽ പിന്നെ എന്താണ് എടുപ്പത് കാര്യം ഉണ്ടായിട്ടും കാര്യമില്ല. ഈ സിനിമയെ സംബന്ധിച്ച് ആളുകളുടെ കയ്യിലിരിക്കുന്ന ക്യാമറ ഷൂട്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുട്ടേജാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഷെയ്ക്ക് ഉണ്ടാവും, അതിൻ്റെ ആംഗിളിൽ കുറേ വ്യത്യാസങ്ങളുണ്ടാകും. നമ്മൾ സ്ഥിരം സിനിമ കാണുന്ന ഒരു ആംഗിളല്ല നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ സൗണ്ട് പ്രോപ്പറായിട്ട്, അല്ലെങ്കിൽ സൗണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകൻ സിനിമയിൽ നിന്ന് വിട്ടുപോകും. അതൊന്നും സംഭവിക്കാത്ത രീതിയിൽ വളരെ ഗംഭീരമായിട്ട് ഇവർ സൗണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എടുത്തു പറയാൻ തോന്നുന്ന 1-2 സീക്വൻസ്. ഒന്ന്, ചെവിയിൽ വെള്ളം നിറഞ്ഞിട്ടുള്ള ഒരാൾ കുറേ നേരത്തേക്ക് കേൾക്കുന്ന അയാളുടെ ഓട്ടം, ആ ഓട്ടത്തിൽ അയാൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു ബേസ് എലമെൻ്റ് ഉണ്ട്. അതായത് നമ്മൾ സാധാരണ നടക്കുന്ന പോലെയല്ല, ചെവിയിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമ്പോഴും ഓടുമ്പോഴും ഉള്ള ഗും എഫക്റ്റ്. അതുപോലെ അടിതെറ്റി വീഴുന്നത് അല്ലെങ്കിൽ തലയ്ക്ക് തട്ടുകൊള്ളുന്നതൊക്കെ ആ ഫീലോടുകൂടി അതിൻ്റെ സൗണ്ട് അവർ ക്യാപ്ചർ ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് അടിപൊളിയാണ്. അടുത്തത് ഈ സിനിമയുടെ വിഷ്വൽസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, 2 വ്യക്തികൾ, 2 പ്രൊഫഷണൽ വ്ളോഗേഴ്സ് ആണ്. അപ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന ക്യാമറയും വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ക്യാമറ ആയിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത്. അതിനെക്കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ അങ്ങനെ 2 പ്രൊഫഷണൽ വ്ളോഗേഴ്സ്, അതിലൊരാളുടെ
കാഴ്ചപ്പാടിൽ നമ്മൾ കാണുന്നു. ഏകദേശം അതിനോടൊക്കെ ചേർന്നുള്ള സമയത്ത് മറ്റേ ആളുടെ കയ്യിലും ക്യാമറയുണ്ട്. അപ്പം ആദ്യത്തെ ഒരു പാർട്ടിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്താ ഇതെങ്ങനെ സംഭവിച്ചു, അയ്യോ ഇതൊക്കെ ലോജിക്കലി ഭയങ്കര പ്രശ്നമാണല്ലോ എന്ന് തോന്നിയ പല കാര്യങ്ങൾക്കുള്ള ഉത്തരം സിനിമയുടെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കിട്ടുന്നുണ്ട്. കാരണം മറ്റേ ആളുടെ ക്യാമറയിൽ നമ്മളിതിൻ്റെ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ ഈ വിഷ്വൽ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് സ്ക്രിപ്റ്റിങ്ങിൻ്റെ കൂടി ഒരു മികവാണ് കേട്ടോ. അതായത് ഒരാളുടെ ക്യാമറയിലൂടെ നമ്മൾ കാണുമ്പോൾ കാണിക്കാൻ പറ്റാത്തത്, അതായത് പ്രേക്ഷകനെ കാണിക്കാൻ പറ്റാത്തത് മറ്റേതിനെ കൂടി വെച്ച് ബാലൻസ് ചെയ്ത് കൃത്യമായി അതിൻ്റെ ഉത്തരങ്ങളൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകുന്ന രീതി, സ്ക്രിപ്റ്റിംഗ് അത് അടിപൊളിയായിരുന്നു. അതിനെ വിഷ്വലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ പറയുന്ന എഫക്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരാളുടെ കയ്യിലിരിക്കുന്ന ക്യാമറയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഷേക്ക് ഉണ്ടാവും. അത് എവിടെയെങ്കിലും കൊണ്ട് വെക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ആംഗിളിലൊന്നും ആയിരിക്കില്ല വെക്കുക. വീഴുമ്പോൾ ക്യാമറ പോകുന്ന പോക്കുകളൊക്കെ ഉണ്ട്. അതെല്ലാം അവർ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയേണ്ടത് പെർഫോമൻസുകളാണ്. അത് വിശാഖിൻ്റെ ആണെങ്കിലും ഗായത്രിയുടെ ആണെങ്കിലും അടിപൊളിയായിരുന്നു. അവർ വളരെ നന്നായിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ജു വാര്യർ, എനിക്ക് തോന്നുന്നു മഞ്ജു വാര്യരുടെ തിരിച്ചുവരവിന് ശേഷം ഇത്രയും മാസ് അപ്പീലുള്ളൊരു സംഭവം പുള്ളിക്കാരി ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ സിനിമ അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് വേറെ രീതിയിലാണ്. എനിക്കൊരു കൊറിയൻ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. ഏതൊരു കൊറിയൻ സിനിമയിലെ ഒരു മെയിൽ ക്യാരക്ടറിൻ്റെ എന്തൊക്കെയോ കുറേ എലമെൻറ്റുകൾ എനിക്ക് മഞ്ജു വാര്യറിൽ ഫീൽ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അവർക്ക് വന്നിട്ട് വലിയ അത്ഭുതകരമായ പ്രവർത്തികളൊന്നും സിനിമയിൽ ചെയ്യാനില്ല. സ്ക്രിപ്റ്റിൽ എന്താണോ ഉള്ളത് അത് ഡെലിവർ ചെയ്യാന്നുള്ളതാണ്. അത് പുള്ളിക്കാരി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മഞ്ജു വാര്യർ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അതിന് കുറച്ചും കൂടി ഒരു ഫീൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. മറ്റൊരു വലിയ പോസിറ്റീവ്, ഇവർ ഈ കഥ നടക്കുന്ന കാലഘട്ടത്തിനെ സമയത്തിനൊക്കെ മാർക്ക് ചെയ്യുന്നതാണ്. കോവിഡിന് ശേഷമുള്ള നമ്മളൊരു റിലാക്സേഷനൊക്കെ കിട്ടി തുടങ്ങിയിട്ടുള്ളൊരു സമയം, ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് സിനിമയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ രണ്ട് കാലഘട്ടത്തിൻ്റെ ഒരു ചേഞ്ച്, ആ ട്രാൻസിഷൻ പരിപാടികൾ അതൊക്കെ വളരെ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ആളുകളുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങൾ, സംസാരത്തിൽ വരുന്ന കാര്യങ്ങൾ, ഡിസ്കഷനിൽ വരുന്ന കാര്യങ്ങൾ, ശീലങ്ങളിൽ വരുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവർ സിനിമയിൽ ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ട് എന്നെനിക്ക് തോന്നി. അത് വളരെ പോസിറ്റീവായിട്ടാണ് അനുഭവപ്പെട്ടത്. ഇനി നെഗറ്റീവ് സൈഡിലേക്ക് വരുമ്പോൾ, ഒന്നാമത്തെ കാര്യം, ഈ സിനിമയിൽ ഇവർ കണ്ടെത്തുന്ന ഒരു നിഗൂഢ രഹസ്യമൊക്കെ ഉണ്ട്. ആ നിഗൂഢ രഹസ്യത്തിൻ്റെ ചുരുളഴിഞ്ഞ വരുമ്പോഴുള്ള ആ ഒരു എലമെൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ പിന്നിലെ കാര്യകാരണങ്ങളൊക്കെ, അതെനിക്ക് അത്ര ഒരു പഞ്ചിങ് റീസണായിട്ട് ഫീൽ ചെയ്തില്ല. കാര്യം ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയും നേരം ഇവർ ഒരു വൻ സംഭവം എന്നുള്ള രീതിയിലൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ ഇതിലും കുറച്ചും കൂടി തീവ്രമായ എന്തോന്നും ഉണ്ടാവും എന്നുള്ളൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ എൻഡിങ് പോർഷനും എനിക്ക് അത്രയ്ക്കൊരു സംഭവമായിട്ട് തോന്നിയില്ല. പക്ഷേ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് നമ്മൾ വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് ഇതപ്പോൾ ഈ ക്യാരക്ടർ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ആലോചിച്ച് റിവേഴ്സ് ചിന്തിച്ച് വരുമ്പോൾ ഇതൊക്കെ സിനിമയിൽ പറയാതെ പറയുന്നുണ്ടല്ലോ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ചുരുളഴിഞ്ഞു വന്ന രഹസ്യത്തിൻ്റെ ഒരു ശക്തി എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തില്ല. രണ്ടാമത്തെ കാര്യം, സിനിമയിലൊരു ഇഴച്ചിലാണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ഇവരുടെ ഇൻറ്റിമേറ്റ് സീനുകളൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ചില സീനും ചില ഡയലോഗും അതൊന്നും അവിടെ ഇല്ലായിരുന്നെങ്കിലും ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ഒഴുക്കിന് പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിക്കില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. കുറേ കാര്യങ്ങൾ കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ച് സിനിമ തുടങ്ങുമ്പോൾ ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് ഇവർ എത്രത്തോളം അടുത്തുള്ള ആളുകളാണ്, ഇവരുടെ ഒരു ഹണിമൂൺ ഫേസിൻ്റെ എക്സ്റ്റൻഷൻ ഒരു സംഭവമൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഇവരുടെ ലൈഫിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ ഇവർ പറയുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അത് നമ്മൾ കൺവിൻസ്ഡ് ആണ്. പക്ഷേ പിന്നെയും അതിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്നെനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾ ഇതൊന്ന് നിർത്തി കാര്യത്തിലേക്ക് കടക്കുമെന്ന് നമുക്ക് അവരോട് പറയാൻ തോന്നിപ്പോകുന്ന പോലെ അങ്ങനത്തെ ഒരു സംഭവം. പക്ഷേ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു പകുതി മുക്കാലൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ മഞ്ജു വാര്യരുടെ വിഷയത്തിലേക്കൊക്കെ കടക്കുമ്പോൾ സിനിമ കുറച്ചുകൂടി ഫാസ്റ്റ് ആവുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, അതങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമല്ല, എന്നാലും പറയാണ്, കേരളത്തിൽ ഒരു പ്രൊഫഷണൽ വ്ളോഗർ എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, നമ്മുടെ നാട്ടിൽ വ്ളോഗർമാർക്ക് ഒരു സ്വീകാര്യത കിട്ടിയത്, അല്ലെങ്കിൽ ഒരുവിധം എല്ലാവരും രക്ഷപ്പെട്ടു പോയത് ലോക്ക്ഡൗണിന് ശേഷമാണ്. ലോക്ക്ഡൗണിന് മുമ്പ് സീരിയസ് ആയി വ്ളോഗിങ് കൊണ്ട് നടന്നിരുന്ന വളരെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവരൊക്കെ യൂസ് ചെയ്തിരുന്ന ക്യാമറ എന്ന് പറയുന്നത് ഒരു 50,000, 60,000, മാക്സിമം 70,000 രൂപ വരെ വിലയുള്ള ക്യാമറകളൊക്കെയാണ്. ഒരു ക്രോപ്പ് സെൻസർ ക്യാമറയൊക്കെയാണ് യൂസ് ചെയ്യുക. പക്ഷേ ഇതിനകത്ത് FX3 ആണെന്ന് തോന്നുന്നു 2 വ്ളോഗേഴ്സിൻ്റെയും കയ്യിലിരിക്കുന്നത്. അങ്ങനെ ഒരു 3-3.5 ലക്ഷം രൂപയുടെ ക്യാമറയും അതിനുള്ള ലെൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ അതൊക്കെ പർച്ചേസ് ചെയ്ത് അത്രയും പ്രൊഫഷണലായിട്ടുള്ള വ്ളോഗ് ചെയ്യുന്ന ആളുകൾ കേരളത്തിൽ അതിന് മുമ്പുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. മാത്രമല്ല ഇത്രയും റിസ്കി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അവർ കുറേയും കൂടി പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാമറ ആയിരിക്കും പ്രിഫർ ചെയ്യുക. ഒരു വ്ളോഗർ ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഞാനാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും എടുത്തുകൊണ്ട് ഓടുക, എന്ത് വേണമെങ്കിലും ഷൂട്ട് ചെയ്യുക, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ആക്ഷൻ ക്യാമറ കൈൻഡ് ഓഫ് പരിപാടികളൊക്കെ നോക്കും. പിന്നെ അത്ര പ്രൊഫഷണൽ എന്ന് പറയുമ്പം എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല. എൻ്റെയൊക്കെ ഒരു ലെവലിൽ എനിക്കറിയാവുന്ന അത്യാവശ്യം പ്രൊഫഷണലായിട്ട് ഈ പരിപാടി കൊണ്ടു നടക്കുന്ന ആളുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയത് വെച്ച് വിദേശത്തൊക്കെയുള്ള വ്ളോഗേഴ്സ് ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാകും. അവർ സോണി A7S3 പോലെയുള്ള ക്യാമറകളൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്, കേരളത്തിലുണ്ട്. പക്ഷേ ലോക്ക്ഡൗണിന് മുമ്പ് എന്ന് പറയുമ്പം, നാലാമത്തെ കാര്യം, അതിപ്പം ഞാൻ നെഗറ്റീവായിട്ട് എടുത്തു പറയേണ്ട കാര്യമൊന്നുമല്ല. സിനിമ ബുക്ക് മൈ ഷോയിലൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് അവർ തന്നെ നമ്മളോട് പറയും സിനിമയ്ക്ക് A സർട്ടിഫിക്കറ്റ് ആണുള്ളത്, പിന്നെ അത്യാവശ്യം അടി പരിപാടികളൊക്കെ ഉണ്ട്, ഇൻറ്റിമേറ്റ് സീൻസ് ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ നിങ്ങളെ ഡിസ്റ്റർബ് ആക്കും എങ്കിൽ അതും കൂടി അനുസരിച്ച് ട്രെയിലറും കൂടി കാണുമ്പോൾ ഒരു ഏകദേശ ധാരണ കിട്ടും, എന്നിട്ടൊരു തീരുമാനത്തിലേക്ക് എത്തുക. പിന്നെ
നോട്ട് എവറി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു സിനിമയാണെന്ന് തോന്നുന്നു. കാരണം അറിയാലോ, ഇതിനൊരു പരീക്ഷണാത്മക സ്വഭാവമുണ്ട്. മാത്രമല്ല ക്യാമറ മൂവ്മെൻറ്റ്സ് ഒക്കെ കുറച്ച് ഫാസ്റ്റാണ്. ചില ആളുകൾക്ക് ഇപ്പം പണ്ട് എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സൗഹൃദ വലയത്തിനുള്ളിൽ നിന്നിരുന്ന ഒരാൾ. പുള്ളി സിനിമയെക്കുറിച്ച് പറയാത്ത കാര്യങ്ങളൊന്നുമില്ല. സിനിമക്കാർ മുഴുവൻ പുള്ളിയുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെയാണ്. ജല്ലിക്കെട്ട് സിനിമ കണ്ടിട്ട് അത് ഗംഭീരമാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത്, അത് എൻ്റെ ക്യാമറ വർക്ക് ഭയങ്കര മോശമായിരുന്നോ, അത് കണ്ട് ഭയങ്കര തലവേദന എടുത്ത് എനിക്ക്. അവർക്ക് എവിടെയെങ്കിലും വെച്ച് ഷൂട്ട് ചെയ്തിട്ടായിരുന്നു എന്നാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ നാട്ടിലുണ്ടല്ലോ. അതുകൊണ്ട് ട്രെയിലർ കണ്ടു നോക്കുക, നിങ്ങൾക്കൊരു ധാരണ കിട്ടും എന്താണ് നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതെന്ന്. അതിനനുസരിച്ചൊരു തീരുമാനം എടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. പിന്നെ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ കമൻറ്റ് ബോക്സും കൂടി നോക്കിയിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.